ഹായ്, ഞാൻ ലീന കേട്ടോ. ഇന്ന് നമുക്കൊരു ഫ്രൂട്ട് പ്ലാന്റിനെ പരിചയപ്പെട്ടാലോ. എല്ലാവർക്കും അറിയുന്ന ഒന്ന് തന്നെയാണ്. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഒത്തിരി കഴിച്ചിട്ടുള്ള ക്യാരംബോള അല്ലെങ്കിൽ എന്താ പറയുക സ്റ്റാർ ഫ്രൂട്ട്, ചതുരപ്പുളി എന്നൊക്കെ പറയുന്ന നമ്മുടെ ട്രിവിയൻസിൻ്റെ ആനപ്പുളിഞ്ചിക്ക എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ് കേട്ടോ. പക്ഷേ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഒത്തിരി കഴിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പുളിയുള്ള ഇനമാണ്. പക്ഷേ ഇത് നല്ല മധുരമുള്ള വെറൈറ്റിയാണ്. ഇപ്പോൾ ഈ പച്ചയായിരിക്കുമ്പോൾ തന്നെ കഴിച്ചാൽ തന്നെ നല്ല മധുരമാണ്, പുളിപ്പ് ഒട്ടുമേ ഇല്ല. നമുക്കിത് എങ്ങനെ കഴിക്കാമെന്ന് വെച്ചാൽ ഇതിൽ ഒരു പഴുത്ത് കണ്ടു കേട്ടോ, ഞാനത് കാണിച്ചു തരാം. ഇതുപോലെയാണ് കട്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിൽ കാണുന്നതുകൊണ്ട് അതിന് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇത് ഇതുപോലെ ഇരിക്കും. ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങ് കഴിച്ചാൽ അല്പം പോലും പുളിയില്ല കേട്ടോ. ഇതിങ്ങനെ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ കാന്താരി മുളകും ഇതും കൂടി ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ട് നമ്മൾ വെള്ള അച്ചാർ ഇടുമല്ലോ, അതുപോലെ കഴിച്ചാൽ അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ നടിയിൽ രീതി വളരെ ഈസി ആട്ടോ. ആർക്കും വളരെ പരിചരണമൊന്നും ആവശ്യമില്ലാത്ത ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. നമുക്ക് ചെറിയൊരു കമ്പ് വെച്ചാൽ തന്നെ ഇത് മുളച്ച് കിട്ടുന്നതാണ്. ഒട്ടും പരിചരണം ആവശ്യമില്ല, വെറുതെ നന്നായിട്ട് വളരുന്ന ഒരു ചെടി കേട്ടോ. എല്ലാവർക്കും ഇത് വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. പിന്നെ എൻ്റെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാം. നമ്മൾ പൈനാപ്പിൾ പുളിശ്ശേരി അല്ലെങ്കിൽ മത്തങ്ങ പുളിശ്ശേരിയൊക്കെ വെക്കുന്ന പോലെ പുളിശ്ശേരി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിന് ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ, കിഡ്നി ഡിസീസ് ഉള്ളവർ ഇത് കഴിക്കരുതെന്നാണ് മെഡിക്കൽ പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത് കിഡ്നി ഡിസീസ് ഉള്ളവർ കഴിക്കരുത്. അല്ലാത്തവർക്ക് നോർമൽ പീപ്പിളിന് ഡെയിലി ഒരു മീഡിയം സൈസ് വെച്ച് കഴിക്കാവുന്നതാണ്. വൈറ്റമിൻ സിയുടെ കലവറയാണ് ഈ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാട്ടോ ഇന്നത്തെ വിശേഷം. അടുത്ത വിശേഷവുമായി ഞാൻ വീണ്ടും വരാം. ടാറ്റ.